നമസ്കാരം. സിസ്റ്റീവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KSU പ്രവർത്തകരെ മുഖംമൂടിയും കയ്യാമവും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയെന്നാരോപിച്ച് വടക്കാഞ്ചേരി ഇൻസ്പെക്ടർ UK ഷാജഹാനെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയ സംഭവത്തിൽ വൻ ട്വിസ്റ്റ്. രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ സംഭവം വിവാദമാക്കിയതിന് പിന്നാലെ ഇതേ പ്രതികൾക്കായി വീണ്ടും നിയമാനുസൃത രീതിയിൽ തിരിച്ചറിയൽ പരേഡ് നടത്തി റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ ഹാജരാക്കാൻ തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടു. തീരദേശം ലഹരി വ്യാപനത്തിന്റെ കേന്ദ്രമായതിന്റെ പ്രധാന കാരണം സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ. കടപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മഹാത്മാഗാന്ധി കുടുംബസംഗമങ്ങളുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനം മുരളീധരൻ നിർവഹിച്ചു. സമാന്തര നാടക പ്രവർത്തനങ്ങളുടെ തോഴൻ സോബി സൂര്യഗ്രാമം അനുസ്മരണവും നാടകാവതരണവും സെപ്റ്റംബർ 21 കുന്നംകുളം ടൗൺ ഹാളിൽ. പ്രമുഖ സിനിമാ നാടക പ്രവർത്തകരായ ജോയ് മാത്യു, സുവീരൻ, ഇർഷാദ്, പ്രിയനന്ദനൻ, ജോളി ചെറിയത്ത് തുടങ്ങിയവർ പങ്കെടുക്കും. 3 നാടകങ്ങളുടെ അവതരണവും ഉണ്ടാകും. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിന്റെ വശങ്ങളിലെ കയ്യേറ്റം ഒഴിപ്പിക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി പരാതി. സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടു നൽകിയാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടത്തുന്നതെന്ന പരാതിയുമായി പൊതുപ്രവർത്തകൻ രംഗത്ത്. വാർത്തകൾ വിശദമായി. KSU പ്രവർത്തകരെ മുഖംമൂടിയും കയ്യാമവും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയെന്നാരോപിച്ച് വടക്കാഞ്ചേരി ഇൻസ്പെക്ടർ UK ഷാജഹാനെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയ സംഭവത്തിൽ വൻ ട്വിസ്റ്റ്. രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ സംഭവം വിവാദമാക്കിയതിന് പിന്നാലെ ഇതേ പ്രതികൾക്കായി വീണ്ടും നിയമാനുസൃത രീതിയിൽ തിരിച്ചറിയൽ പരേഡ് നടത്തി റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ ഹാജരാക്കാൻ തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടു. പരാതിക്കാരനായ SFI പ്രവർത്തകൻ എൽദോ ജേക്കബിനെ മർദ്ദിച്ചു പരിക്കേൽപ്പിക്കുകയും മൊബൈൽ ഫോണും 8000 രൂപയും പിടിച്ചുപറിക്കുകയും ചെയ്തെന്ന കേസിൽ ഇരങ്ങോടത്ത് ഗണേഷ്, കറുപ്പുംതൊടിയിൽ അല്ലമീൻ, കോലോത്തുകുളം മുഹമ്മദ് അസ്ലം എന്നിവരെ തൃശൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കാനാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ്. ഇതിൽ 1ാം പ്രതി ഗണേഷ് പോലീസിനെ ആക്രമിച്ചതടക്കം ക്രിമിനൽ കേസിൽ പ്രതിയാണ്. യഥാർത്ഥ പ്രതികളെ തിരിച്ചറിയുക വഴി വാദിക്കും പ്രതികൾക്കും നീതി ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന തിരിച്ചറിയൽ പരേഡിന്റെ വിജയത്തിനാണ് മുഖംമൂടി ധരിപ്പിക്കുന്നത്. പരേഡിന് വിധേയരാകുന്നവർ യഥാർത്ഥ പ്രതികളല്ലെങ്കിൽ കേസിൽ നിന്നും മോചിതരാകാം. കോടതിയുടെ നിർദ്ദേശപ്രകാരം മറ്റു ജയിൽപ്പുള്ളികൾക്കൊപ്പം ഇടകലർന്ന് പ്രതികളെ നിർത്തിയാണ് തിരിച്ചറിയൽ പരേഡ് നടത്തുക. പരാതിക്കാരൻ പ്രതികളെ മുൻകൂട്ടി മനസ്സിലാക്കിയാൽ പരേഡിൽ വേഗം തിരിച്ചറിയാനാകും. ആരെയെങ്കിലും കുടുക്കണമെന്ന ഉദ്ദേശമുണ്ടെങ്കിൽ ആളെ മുൻകൂട്ടി മനസ്സിലാക്കുന്നത് പരാതിക്കാരന് ഗുണകരമാണ്. എന്നാൽ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ കൊണ്ടുവന്നതിനു ശേഷം മുഖംമൂടി മാറ്റി മറ്റുള്ളവർക്കൊപ്പം നിർത്തിയാൽ ശരിക്കും പ്രതികളായവരെ മാത്രമേ പരാതിക്കാരൻ തിരിച്ചറിയൂ. ഇങ്ങനെ പരാതിക്കാരനും കസ്റ്റഡിയിലുള്ളവർക്കും ഒരേപോലെ ഗുണകരമാകുന്ന വിധത്തിൽ മുഖംമൂടി ധരിപ്പിച്ചതിന്റെ പേരിലാണ് UK ഷാജഹാനെ സ്ഥലം മാറ്റിയത്. ചുരുക്കി പറഞ്ഞാൽ വൻ രാഷ്ട്രീയ വിവാദത്തിന് കാരണമായ സംഭവം അതേ രീതിയിൽ വീണ്ടും നടത്തിക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഇത് വിവാദമുണ്ടാക്കിയവർക്ക് വൻ തിരിച്ചടിയും പോലീസിന് ഗുണവും ആണെന്നാണ് നിയമവൃത്തങ്ങളുടെ വിലയിരുത്തൽ. മുഖംമൂടിയും വിലങ്ങും ധരിപ്പിച്ചത് നിയമാനുസൃതമാണെന്ന് തെളിഞ്ഞതോടെ സ്ഥലം മാറ്റത്തിന് വിധേയനായി നിലവിൽ പോസ്റ്റിംഗ് ലഭിക്കാതിരിക്കുന്ന ഇൻസ്പെക്ടർ UK ഷാജഹാനെ വടക്കാഞ്ചേരിയിൽ തന്നെ തിരികെ കൊണ്ടുവരേണ്ടിവരുമെന്നാണ് സൂചന. തീരദേശം ലഹരി വ്യാപനത്തിന്റെ കേന്ദ്രമായതിന്റെ പ്രധാന കാരണം സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ ആരോപിച്ചു. കടപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മഹാത്മാഗാന്ധി കുടുംബസംഗമങ്ങളുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എക്സൈസിനെയും പോലീസിനെയും നോക്കുകുത്തിയാക്കി സർക്കാർ ലഹരി മാഫിയയെ കയറൂരി വിട്ടു. അതിന്റെ ഭാഗമായാണ് മദ്യത്തിന് ഇന്ന് നൽകുന്ന അമിത പ്രാധാന്യം. സർക്കാരിന്റെ മദ്യനയം ജനങ്ങളെ ദ്രോഹിക്കുന്നതാണ്. മന്ത്രിമാർ മദ്യം കുടിക്കില്ലെന്ന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും, പിന്നെ ആളുകളെ കൊണ്ട് കുടിപ്പിക്കും. അതാണ് സർക്കാരിന്റെ നയമെന്ന് മുരളീധരൻ വിമർശിച്ചു. വോട്ട് ചോരി ആദ്യം പരീക്ഷിച്ചത് കേരളത്തിലായിരുന്നു. വോട്ടുകൊള്ളയെക്കുറിച്ച് ഒന്നും മിണ്ടാത്ത ഏക BJP ഇതര മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. BJPയുടെ അടിമയും B ടീമുമായാണ് അദ്ദേഹം മാറിയിരിക്കുന്നത്. മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഇതിനെല്ലാം ഒരു നേതൃത്വം നൽകിയ പ്രസ്ഥാനം കോൺഗ്രസ് പ്രസ്ഥാനം. ഇപ്പോൾ മഹാത്മജിയുടെ തലപ്പത്തിൽ ഇരുന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനം അതാണ് സത്യത്തിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചതും സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യ ഭരിക്കുന്നവരും കേരളം ഭരിക്കുന്നവരും ശാന്തി സമരത്തിൽ പങ്കെടുത്തവരല്ല. ഇന്ത്യ ഭരിക്കുന്നവർക്ക് ഇതിലൊരു ബന്ധവുമില്ല.
മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി KD വീരമണി, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ മറയ്ക്കാർ, UDF നിയോജകമണ്ഡലം കൺവീനർ KV ഷാനവാസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ C മുസ്താഖ് അലി, KM ഇബ്രാഹിം, സെക്രട്ടറിമാരായ PA നാസർ, CS രമണൻ, KK വേദുരാജ്, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അബ്ദുൾ മജീദ്, മഹിളാ കോൺഗ്രസ് നേതാക്കളായ മിസ്രിയ മുസ്താഖ്, മൂക്കൻ കാഞ്ചന തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടിയിൽ കാർ പുറകോട്ടിറക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് വീടിന്റെ മുൻവശം ഇടിച്ചു തകർത്തു. എരുമപ്പെട്ടി യത്തീംഖാന റോഡിൽ BSNL ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപം വ്യാഴാഴ്ച വൈകിട്ട് 5:30 അപകടം. തോട്ടുങ്ങൽ പീടികയിൽ കുഞ്ഞുമോന്റെ മതിലും വീടിന്റെ മുൻവശവുമാണ് തകർന്നത്. വേലൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഗൂഗിൾ മാപ്പ് നോക്കി വഴി തെറ്റിവന്ന യാത്രക്കാർ കാർ തിരിക്കുവാൻ പുറകോട്ടെടുത്തപ്പോൾ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് ഇറങ്ങി. കാറിന്റെ പുറകുവശം വീട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പൂമുഖത്ത് വീട്ടമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാറിന്റെ പുറകുവശവും തകർന്നു. യാത്രക്കാർക്ക് പരിക്കില്ല. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 25 വൈകിട്ട് 3 മണിക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. ഇതിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, മെമ്പർമാരായ MM സലീം, ഡോക്ടർ VC ബിനോജ്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, എരുമപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, പ്രതിപക്ഷ നേതാവ് MK ജോസ്, വാർഡ് മെമ്പർ സതി മണികണ്ഠൻ, ആശുപത്രി സൂപ്രണ്ട് TP രാജഗോപാൽ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK ടോണി, നോഡൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. MP K രാധാകൃഷ്ണൻ, MLA AC മൊയ്തീൻ എന്നിവർ രക്ഷാധികാരികളായും ബ്ലോക്ക് പ്രസിഡന്റ് ചെയർമാനും ആശുപത്രി സൂപ്രണ്ട് കൺവീനറുമായും 500 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ഗുരുവായൂരിലെ പുതിയ ട്രാഫിക് രീതിയെ നിങ്ങൾ അനുകൂലിക്കുന്നുവോ എന്ന ശീർഷകത്തിൽ BJP നേതൃത്വത്തിൽ 4 മണി ചർച്ച നടത്തി. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ നടന്ന ചർച്ചയിൽ ഓട്ടോ ഡ്രൈവർമാർ, ടാക്സി ഡ്രൈവർമാർ, വ്യാപാരികൾ, പൊതുയാത്രക്കാർ എന്നിവർ അഭിപ്രായങ്ങൾ അറിയിച്ചു. തുടർന്ന് ഉയർന്നുവന്ന അഭിപ്രായങ്ങളെല്ലാം ക്രോഡീകരിച്ച നിവേദനം പോലീസ് അധികാരികൾക്കും നഗരസഭാ അധികൃതർക്കും കൈമാറുമെന്നും അനുകൂല നിലപാട് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെങ്കിൽ BJP ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്നും BJP ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത് പറഞ്ഞു. തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി രാജൻ തറയിൽ, യുവമോർച്ച നോർത്ത് ജില്ലാ പ്രസിഡന്റ് K കാളിദാസ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ TV വാസുദേവൻ, സുജയൻ മാമ്പുള്ളി, ശോഭ ഹരിനാരായണൻ, ദീപ ബാബു, പ്രസന്നൻ വലിയ പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. സോബി സൂര്യഗ്രാമം അനുസ്മരണവും നാടകാവതരണവും സെപ്റ്റംബർ 21 കുന്നംകുളം ടൗൺ ഹാളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാടകരചയിതാവും സംവിധായകനും നടനുമായ സോബി സൂര്യഗ്രാമം അന്തരിച്ച് 1 വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും നാടക കലാകാരന്മാരുടെ കൂട്ടായ്മയായ നാട്ടക്കും ചേർന്ന് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. രംഗഭാഷയിൽ പരീക്ഷണങ്ങളും പുതുമകളുമായി നാടകത്തിന്റെ വ്യവസ്ഥാപിത രീതികളിൽ നിന്നും മാറി നടന്ന സോബി പ്രമേയങ്ങളിലും അവതരണങ്ങളിലും സമാന്തര പാത തീർത്ത കലാകാരനാണ്. സൗന്ദര്യ സങ്കല്പങ്ങളോടൊപ്പം തന്നെ രാഷ്ട്രീയവും നാടകങ്ങൾക്ക് നിർബന്ധമാണെന്ന വാശിയുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റേതെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ അവകാശപ്പെട്ടു. ഞായറാഴ്ച ടൗൺഹാളിൽ വൈകിട്ട് 4 മുതൽ നടക്കുന്ന അനുസ്മരണത്തിൽ പ്രമുഖ സിനിമാ നാടക പ്രവർത്തകരായ ജോയ് മാത്യു, സുവീരൻ, ഇർഷാദ്, പ്രിയനന്ദനൻ, ജോളി ചിറയത്ത്, ശൈലജ ജല എന്നിവർ പങ്കെടുക്കും. തുടർന്ന് ജയപ്രകാശ് കുളൂർ രചന നിർവഹിച്ച് സോബി സൂര്യഗ്രാമം സംവിധാനം ചെയ്ത വെള്ളരിക്കാപട്ടണം എന്ന നാടകം നാട്ടക് കുന്നംകുളം ഗുരുവായൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിക്കും. അപ്പുണ്ണി ശശി രചന നിർവഹിച്ച് അഭിനയിച്ച ശിവദാസ് പോയിൽക്കാവ് കഥ സംവിധാനം നിർവഹിച്ച ചക്കരപ്പന്തൽ സോളോ നാടകവും അരുൺലാൽ രചനയും സംവിധാനവും നിർവഹിച്ച ലിറ്റിൽ എറത്ത് സ്കൂൾ ഓഫ് തിയേറ്റർ കേരള അവതരിപ്പിച്ച കുഹു നാടകം എന്നീ നാടകങ്ങളുടെ അവതരണവും ഉണ്ടാകും. സോബിയുടെ ഓർമ്മ നിലനിർത്താൻ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത കൺവീനർ KG ബാബു, ചെയർമാൻ PA അശോകൻ, സംഘാടക സമിതിയുടെ മറ്റു ഭാരവാഹികളായ V വിദ്യാധരൻ, സുഗതൻ ഞമനേങ്ങാട്, സുനിൽ ഏറത്ത്, CO ബിജു എന്നിവർ വ്യക്തമാക്കി. സോബി ഇവിടെ അടുത്ത് തന്നെ കുന്നോളത്തിൻ്റെ അടുത്ത് കൽക്കാട്ടുപേരിൽ ജനിച്ചു വളർന്ന ആളാണ്. ധാരാളം നാടകങ്ങൾ ചെയ്തു.
എറണാകുളത്തും പരിസരത്തും അത്ര സൊബീനെ അറിയപ്പെടുമോ എന്തെന്ന് അറിയില്ല. പക്ഷേ കേരളത്തിൽ മൊത്തം വിദേശത്തും ധാരാളം നാടകങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള നാടകങ്ങൾ. സൊബീൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നാടകങ്ങൾ കൊണ്ട് ഒരു നാടകോത്സവം ഒരു ദിവസം നമ്മൾ ഇവിടെ വെക്കുകയാണ്. അവൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചുള്ള അതുപോലെ എക്സ്പെരിമെൻ്റലായ പൊളിറ്റിക്കലായ ആ തിയേറ്ററിൻ്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള പുതിയ സാധനങ്ങൾ അവൻ്റെ സ്വഭാവത്തിലേക്ക് അങ്ങനത്തെ ഒരു സാധനം പരീക്ഷണാത്മക. ഇപ്പോൾ ഇഫോക്കൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ കുറേ കൂടി അത്ര നാടകങ്ങൾ കാണുകയും ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പോൾ അന്ന് 2000 മുമ്പാണ് അവൻ ചെയ്തത്. അവൻ്റെ 25 വയസ്സിന് മുമ്പിൽ അവൻ്റെ ഈ നാടകങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. അവൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചെയ്തിട്ട് അവൻ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. വിദേശത്ത് ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. ഒമാനിലും ദുബായിലൊക്കെ. അവർ സുഹൃത്തുക്കളും കൂടുതൽ തന്നെ. ഒരു കാര്യം പറയണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു വിഷമമില്ല. അവിടെയുള്ള സുഹൃത്തുക്കളാണ് ഇതിന് കൂടുതൽ സഹായിച്ചിട്ട് ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചത്. പെരുമ്പിലാവ് സെന്ററിൽ വിശ്രമ കേന്ദ്രം നിർമ്മിക്കുന്നു. സംസ്ഥാനപാത 2 പിരിയുന്നിടത്തുള്ള സർക്കാർ ഭൂമിയിലാണ് ഇടം പെരുമ്പിലാവ് എന്ന പേരിൽ കടവല്ലൂർ പഞ്ചായത്ത് അനുവദിച്ച 9 ലക്ഷം രൂപ ഉപയോഗിച്ച് വിശ്രമ കേന്ദ്രം നിർമ്മിക്കുന്നത്. വെള്ളറക്കാട് തേജസ് എഞ്ചിനീയറിംഗ് കോളേജിലെ ആർക്കിടെക്ട് വിഭാഗം വിദ്യാർത്ഥികൾ നൽകിയ രൂപരേഖ പ്രകാരം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ നിർമ്മാണം ഹഡ്കോക്കിനാണ് നൽകിയിട്ടുള്ളത്. ഈ മാസം തന്നെ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും ഇതിന്റെ ഭാഗമായി പുറംപോക്കിലുള്ള താൽക്കാലിക കച്ചവടങ്ങൾ മാറ്റുകയും പൊന്തക്കാടുകൾ വെട്ടിമാറ്റി സ്ഥലം വൃത്തിയാക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ചതായും പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അറിയിച്ചു. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിന്റെ വശങ്ങളിലെ കയ്യേറ്റം ഒഴിപ്പിക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി പരാതി. സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടു നൽകിയാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടത്തുന്നതെന്ന പരാതിയുമായി പൊതുപ്രവർത്തകനായ വേലൂർ ആനപ്പാലം കുറ്റിക്കാട്ട് വീട്ടിൽ സാബു രംഗത്തെത്തി. റോഡിന്റെ ഒരു വശത്ത് വലിയ രീതിയിലുള്ള കയ്യേറ്റമാണ് നടത്തിയിട്ടുള്ളതെന്ന് സാബു പറയുന്നു. സ്കൂൾ ഗ്രൌണ്ടിന്റെ സ്ഥലം റോഡായി ഉപയോഗിക്കുകയും സ്ഥലം കയ്യേറി മതിൽ കെട്ടിയതായും പരാതിയുണ്ട്. സർവേയിൽ കയ്യേറ്റം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അളന്ന് തിട്ടപ്പെടുത്തിയെടുക്കാതെ കയ്യേറ്റ ഭൂമി വിട്ടുനൽകുന്ന തരത്തിലാണ് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുള്ള സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടത്തുന്നതെന്ന് സാബു ആരോപിക്കുന്നു. അളന്ന് തിട്ടപ്പെടുത്തി വില്ലേജ് ഓഫീസറെ അതിന് ബന്ധപ്പെട്ടവരെ കൊണ്ടുവന്ന് അളന്ന് തിട്ടപ്പെടുത്തിയ ആ ഭൂമി കറക്റ്റ് ചെയ്തതിന് ശേഷം ആ വർക്ക് പുനരാരംഭിക്കാൻ പറഞ്ഞു. അപ്പോഴും അവർ തയ്യാറായില്ല. പിന്നീട് ഞാൻ ഈ പരാതി വേലൂർ RSRV പ്രിൻസിപ്പലിൻ്റെ മുമ്പാകെ ബോധിപ്പിച്ചതിൻ്റെ ചെയ്യലും കാര്യങ്ങളാണ്. ഇതുപോലെ ജില്ലാ പഞ്ചായത്തിലേക്ക് ഇതുപോലെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഗ്രൗണ്ട് അതിൻ്റെ യഥാർത്ഥ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി ചെയ്യേണ്ട വർക്ക് ഇപ്പോൾ ഇന്ന് 18-ാം തീയതി ആയിട്ട് 8 ദിവസമായി വർക്ക് ആരംഭിച്ചിട്ട് ഇന്ന് ഈ സമയം വരെ അത് അളന്ന് തിട്ടപ്പെടുത്താനോ അത് നോക്കുവാനോ ഒന്നിനും ഈ പറഞ്ഞ അധികാരികൾ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇത് നിർത്തിവെച്ച് ഇതിൻ്റെ ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ഈ പുനർനിർമ്മാണം പരിശോധിച്ച് ഗ്രൗണ്ടിന്റെ യഥാർത്ഥ സ്ഥലം കണ്ടെത്തി നിർമ്മാണം ആരംഭിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്കൂൾ പ്രിൻസിപ്പാളിനും ജില്ലാ പഞ്ചായത്തിനും പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് പരിഗണിക്കാതെ അധികൃതർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. വില്ലേജ് സ്കൂൾ റവന്യൂ രേഖകളുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ ഗ്രൗണ്ടിന്റേതായ സ്ഥലം പൂർണ്ണമായി അളന്ന് തിട്ടപ്പെടുത്തി കയ്യേറ്റം ഒഴിപ്പിച്ചതിനു ശേഷം മാത്രമേ നിർമ്മാണം നടത്താൻ പാടുള്ളൂ എന്നും ഗ്രൗണ്ടിന്റെ സ്ഥലം സ്വകാര്യ വ്യക്തികൾക്കും ഭൂമാഫിയകൾക്കും കൈവശപ്പെടുത്താൻ കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും സാബു ആവശ്യപ്പെട്ടു. നിർമ്മാണ സാമഗ്രികളുമായി എത്തുന്ന വാഹനങ്ങൾ ഗ്രൗണ്ടിലൂടെ ഓടിച്ച് ഗ്രൗണ്ടിലും കുഴികളും ട്രാക്കുകളും രൂപപ്പെട്ടിട്ടുണ്ട്. വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ മറ്റു വഴികൾ ഉണ്ടായിട്ടും ഗ്രൗണ്ട് നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ നടത്തുന്നത് പ്രതിഷേധാർഹമാണെന്ന് സാബു പറഞ്ഞു. ക്ഷേമ പെൻഷനുകളും ലൈഫ് ഭവന പദ്ധതിയും ആരുടെയും ഔദാര്യമല്ല, അവകാശമാണ് എന്ന ശീർഷകത്തിൽ KSKTU നേതൃത്വത്തിൽ ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചു. സംഘടനയുടെ തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി H. അക്ബർ ഉദ്ഘാടനം ചെയ്തു. ആൽത്തറ ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ സംഘാടക സമിതി ചെയർമാൻ V. അപ്പുമാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് V. അനൂപ്, വില്ലേജ് പ്രസിഡന്റ് TK സദാനന്ദൻ, ഉമ്മർ മാസ്റ്റർ, C. ധർമ്മൻ, പുനേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ എന്നിവർ പങ്കെടുത്തു. സംഘാടക സമിതി കൺവീനർ TS സുരേഷ് സ്വാഗതവും സംഘാടക സമിതി ട്രഷറർ BP ലത്തീഫ് നന്ദിയും പറഞ്ഞു. ചാവക്കാട് തിരുവത്ര കുമാർ AUP സ്കൂളിൽ സംഘടിപ്പിച്ച സ്പോർട്സ് ആൻഡ് ഗെയിംസ് പ്രധാന അധ്യാപിക C. റീന തോമസ് ഉദ്ഘാടനം ചെയ്തു. കളിയാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അത്താണി സെന്ററിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ പ്രയാണം MS ശ്രീവത്സൻ, PV അഞ്ജന, KK ശ്രീകുമാർ എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. വിദ്യാലയത്തിലെ കായിക താരങ്ങളിൽ നിന്നും ജില്ലാ ഫുട്ബോൾ റഫറിയായ തുഫൈലു ദീപശിഖ ഏറ്റുവാങ്ങി ദീപം തെളിയിച്ചു. പ്രധാന അധ്യാപിക C. റീന തോമസ് പതാക ഉയർത്തി വിദ്യാർത്ഥികൾക്ക് കായിക ദിന സന്ദേശം നൽകി. അധ്യാപകരായ PM സൈനഭ, VS മിന,
എ ജിതിൻ ജോസഫ്, നിതിൻ ആനന്ദ്, PM സൗമ്യ, സി മിനിത, PT സോബി തുടങ്ങിയവർ നേതൃത്വം നൽകി. PTA പ്രസിഡന്റ് റസീന അലി, വൈസ് പ്രസിഡന്റ് അസീസ് മാടമ്പി, എക്സിക്യൂട്ടീവ് അംഗം PD ദീപ എന്നിവർ പങ്കെടുത്തു. LDF ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് തൈക്കാട് ജംഗ്ഷനിൽ തുടക്കമായി. വികസന മുന്നേറ്റ ജാഥ ശനിയാഴ്ച സമാപിക്കും. CPI ജില്ലാ കൌൺസിൽ അംഗം രാകേഷ് കണിയാൻപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. CPI തൈക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AM ഷഫീർ അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് ക്യാപ്റ്റനും വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് വൈസ് ക്യാപ്റ്റനും ജനതാദൾ S നേതാവ് M മോഹൻദാസ് മാനേജറുമായുള്ള ജാഥയ്ക്കാണ് തുടക്കമായത്. CPM ജില്ലാ കൌൺസിൽ അംഗം C സുമേഷ്, ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, CPI ജില്ലാ കൌൺസിൽ അംഗം PS ജയൻ, മുൻ MLA ഗീതാ ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. ബുധനാഴ്ച വൈകിട്ട് ഉദ്ഘാടനം ചെയ്ത ജാഥ വ്യാഴാഴ്ച രാവിലെ പാലാ ബസാറിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. മാണിക്യത്തുപടിയിൽ നൽകിയ സ്വീകരണത്തിൽ മുൻ നഗരസഭാധ്യക്ഷ BS രേവതി അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ രാജ്യത്തിന് തന്നെ മാതൃകയായി മാറിയെന്നും 25 വർഷത്തെ LDF ഭരണം നഗരസഭയുടെ മുഖച്ഛായ മാറ്റിയെന്നും സ്വീകരണത്തിന് നന്ദി പറഞ്ഞ് സംസാരിച്ച ജാഥ ക്യാപ്റ്റനായ ചെയർമാൻ M കൃഷ്ണദാസ് പറഞ്ഞു. കൌൺസിലർ ദേവിക ദിലീപ്, ലോക്കൽ കമ്മിറ്റി അംഗം ബാഹുലയൻ, അമ്പിളി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റൻ M കൃഷ്ണദാസ്, വൈസ് ക്യാപ്റ്റൻ അനീഷ്മ ഷനൂജ്, മാനേജർ മോഹൻദാസ് എന്നിവരെ വിവിധ കക്ഷികളും ബഹുജന സംഘടനകളും ഷോൾ അണിയിച്ചു. ജാഥയുടെ വെള്ളിയാഴ്ചയിലെ പര്യടനം പേരകത്ത് നിന്ന് ആരംഭിക്കും. ശനിയാഴ്ച വൈകിട്ട് പടിഞ്ഞാറേ നടയിലാണ് സമാപനം. CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചാവക്കാട് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ഗുരുവായൂരിൽ സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. നഗരസഭാ ലൈബ്രറി ഹാളിൽ നടന്ന യോഗം അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KR സീത ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം പ്രീജ ദേവദാസ്, ഏരിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിബിത മോഹൻ, സുലൈഖ ഖാദർ, MB രാജലക്ഷ്മി, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, എറിൻ ആന്റണി, ദയാനന്ദൻ എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി സ്വാഗതവും വൈസ് പ്രസിഡന്റ് സിന്ധു ബാബു നന്ദിയും പറഞ്ഞു. ഒക്ടോബർ 11 ഗുരുവായൂരിലാണ് സമ്മേളനം. സംഘാടക സമിതി ചെയർമാനായി M കൃഷ്ണദാസ്, കൺവീനർ ഷൈനി ഷാജി, ട്രഷറർ ഷീജ പ്രശാന്ത്, രക്ഷാധികാരികളായി NK അക്ബർ MLA, TT ശിവദാസൻ, C സുമേഷ് എന്നിവരെയും തെരഞ്ഞെടുത്തു. ഗുരുവായൂർ മേൽപ്പാലത്തിന് താഴെ അവശനായി കിടന്നിരുന്ന യുവാവിന് സഹായഹസ്തവുമായി സുമനസ്സുകൾ. ഇരിങ്ങപ്പുറം സ്വദേശിയായ 36 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് 2 മാസത്തിലേറെയായി തലയ്ക്ക് സംഭവിച്ച ഗുരുതരമായ പരിക്കുകളോടെ മനോനില തകർന്ന മേൽപ്പാലം പരിസരത്ത് കഴിഞ്ഞിരുന്നത്. സാമൂഹ്യ പ്രവർത്തകനായ അജു M ജോണി, തൃശൂർ നെടുപുഴ പള്ളി വികാരിയും സുഹൃത്തുമായ ഫാദർ ഫ്രാൻസിസ് മുട്ടത്ത്, വാർഡ് കൌൺസിലർ KPA റഷീദ് എന്നിവർ ചേർന്നാണ് ഉണ്ണികൃഷ്ണനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തുന്നത്. കടബാധ്യതയുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കത്തിനിടയിലാണ് ഉണ്ണികൃഷ്ണന് തലയ്ക്ക് സാരമായ പരിക്കേറ്റത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ 3 പെൺമക്കളുമായി വാടക വീട്ടിൽ കഴിയുമ്പോൾ മാനസിക വിഭ്രാന്തിയിൽ നാട്ടിലും വീട്ടിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഉണ്ണികൃഷ്ണനെ കൃത്യമായി പരിപാലിക്കുന്നതിനോ വിദഗ്ധമായ ചികിത്സകൾ ലഭ്യമാക്കുന്നതിനോ കുടുംബത്തിന് സാധിച്ചിരുന്നില്ല. തുടർന്ന് ഉണ്ണികൃഷ്ണന്റെ ജീവിതം തെരുവിലായി. മനോനില തെറ്റിയ ഉണ്ണികൃഷ്ണന്റെ ദുരിത ജീവിതം കണ്ടറിഞ്ഞാണ് കാരുണ്യ മനസ്സുകൾ ചേർന്ന് ഇയാളെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. ഗുരുവായൂർ നഗരസഭയുടെ ആംബുലൻസിൽ ഉണ്ണികൃഷ്ണനെ കുറുമാൽ FOJ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. വീട് വിട്ടിറങ്ങിയ മകനെ തിരിച്ചു കൊണ്ടുവന്ന് പരിപാലിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയവരോട് പിതാവ് സുബ്രഹ്മണ്യൻ നന്ദി അറിയിച്ചു. കുടുംബത്തിന് സഹായഹസ്തവുമായി വ്യാപാരികളും സേവ് ഗുരുവായൂർ അംഗങ്ങളുമായ ER ഗോപിനാഥൻ, CC വില്യംസ്, ഗിരീഷ്, ജയഘോഷ്, അമീർ എന്നിവരും കൂടെയുണ്ടായിരുന്നു. ആദൂർ മഹാത്മാ ലോവർ പ്രൈമറി സ്കൂളിൽ ശാസ്ത്രോത്സവം 2025 ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് വിന്യ ജയൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് നാസിമ സക്കീർ, മാതൃസംഘം പ്രസിഡന്റ് ആതിര സന്തോഷ്, വൈസ് പ്രസിഡന്റ് അൻഷിത തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക ഗീത സ്വാഗതവും SRG കൺവീനർ ഷീബ നന്ദിയും പറഞ്ഞു. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാത നിർമ്മാണവും അതോടൊപ്പമുള്ള ജല അതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപിക്കൽ ജോലിയും വേഗത്തിലാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പെരുമ്പിലാവ്, അക്കിക്കാവ് മേഖലകളിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.
സംസ്ഥാന പാതാ നിർമ്മാണത്തിനായി വേണ്ടത്ര തൊഴിലാളികളെ വെച്ച് 24 മണിക്കൂറും യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി പൂർത്തീകരിക്കേണ്ടിടത്ത് മെല്ലെപ്പോക്ക് നയമാണ് നിർമ്മാണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ദീർഘവീക്ഷണത്തോടെയും ശാസ്ത്രീയമായും റോഡ് നിർമ്മിക്കാത്തതിനാൽ മേഖലയിലെ ഇടയ്ക്കിടെയുള്ള ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടൽ പതിവാണ്. റോഡ് നിർമ്മാണം പുരോഗമിക്കവേ 1 മാസത്തിനിടെ 3 തവണയാണ് പാറമ്പാടത്ത് പൈപ്പ് പൊട്ടിയിട്ടുള്ളത്. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ റോഡ് നിർമ്മാണവും അതോടനുബന്ധിച്ച് പൈപ്പ് സ്ഥാപിക്കൽ ജോലിയും വളരെ ഇഴഞ്ഞ മട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഈ മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന ഭൂരിഭാഗം വാഹനയാത്രികളും വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത്, ഈ മേഖലയിലെ റോഡ് നിർമ്മാണ ജോലിയും അതുപോലെ തന്നെ പൈപ്പിടൽ സ്ഥാപിക്കലും കൂടുതൽ തൊഴിലാളികളെ വെച്ചും കൂടുതൽ മെഷീനറീസുകൾ വെച്ചും രാത്രികാലങ്ങളിലും യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി പൂർത്തീകരിച്ച് ഈ മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന വാഹനയാത്രികർക്ക് അവരുടെ ഈ ദുരിതം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് വെൽഫെയർ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. സംസ്ഥാന പാതയുടെ നവീകരണം ഇനിയും പൂർത്തിയായിട്ടില്ല. അയ്യപ്പത്ത് റോഡിന് സമീപമായി 2 പാറയമ്പാടത്ത് 4 ഭാഗത്തും റോഡ് പണി ഇനിയും പൂർത്തിയാക്കാനുണ്ട്. കൊങ്ങണൂർ CV ശ്രീരാമൻ റോഡിന് സമീപം കലുങ്ക് നിർമ്മാണവും പൂർത്തിയായിട്ടില്ല. ഇതുകൂടാതെ അക്കിക്കാവിൽ പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുവാനുള്ള പണികൾ തുടങ്ങിയതോടെ ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. അക്കിക്കാവ് മുതൽ പെരുമ്പിലാവ് അൻസാർ കോളേജ് വരെയുള്ള ഗതാഗതക്കുരുക്ക് യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട്. കാൽനട യാത്ര പോലും ഏറെ ദുസ്സഹമായിരിക്കെയാണ്. വിദ്യാർത്ഥികളും വയോധികരും റോഡ് മുറിഞ്ഞു കടക്കാൻ പോലും ഏറെ പ്രയാസപ്പെടുന്നുണ്ട്. പുതിയ പൈപ്പ് സ്ഥാപിക്കുന്ന ജോലികൾ വേണ്ടത്ര തൊഴിലാളികളെ രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ വെച്ച് എത്രയും വേഗത്തിൽ പണി പൂർത്തിയാക്കുകയും റോഡ് നവീകരണം ഉടൻ യാഥാർത്ഥ്യമാക്കുകയും വേണമെന്ന് വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം കമ്മിറ്റി നാട്ടുകാർക്കൊപ്പം അധികാരികളോട് ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് PA ബദറുദ്ദീൻ, സെക്രട്ടറി MA കമറുദ്ദീൻ, ട്രഷറർ ഷഹീദ് പാലിയത്ത് എന്നിവരും സംസാരിച്ചു. പെരുമ്പിലാവിലെ ഗതാഗതക്കുരുക്ക് പൈപ്പ് ഇടലുമായി ബന്ധപ്പെട്ട് അൻസാർ കോളേജ് മുതൽ അൻസാർ സ്കൂൾ പെരുമ്പിലാവ് പരിസരങ്ങളിൽ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ജനങ്ങൾ വളരെയധികം പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ അവസ്ഥയിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് വെൽഫെയർ പാർട്ടി ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരുമെന്ന് അധികാരികളെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്ത്രീ ക്യാമ്പയിന്റെ ചാവക്കാട് നഗരസഭാ തല ഉദ്ഘാടനം പാലയൂർ അർബൻ ഹെൽത്ത് സെന്ററിൽ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും നഗര ആരോഗ്യ കേന്ദ്രങ്ങളിലും എല്ലാ ചൊവ്വാഴ്ചകളിലും പ്രത്യേക സ്ത്രീ ക്ലിനിക്കുകൾ പ്രവർത്തിക്കും. ഈ ക്ലിനിക്കുകളിലൂടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മെച്ചപ്പെട്ട ചികിത്സയും സേവനങ്ങളും ലഭിക്കും. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ, പാലയൂർ അർബൻ ഹെൽത്ത് സെന്റർ ഡോക്ടർ സുമയ്യ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ 14 മുതൽ 2026 മാർച്ച് 8 വരെയാണ് ക്യാമ്പയിൻ. ഭാരതീയ തപാൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ തൃശൂർ നോർത്ത് സബ് ഡിവിഷനും കൂനമുച്ചി തപാൽ ഓഫീസും സംയുക്തമായി തപാൽ സേവനമേള സംഘടിപ്പിച്ചു. പെലക്കാട്ടുപയ്യൂർ ഗ്രാമീണ വായനശാലയിൽ സംഘടിപ്പിച്ച സേവനവേളയിൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ആധാർ എടുക്കാനുള്ള അവസരത്തിനൊപ്പം നിലവിലുള്ള ആധാറിൽ മൊബൈൽ നമ്പർ മാറ്റി പുതിയ നമ്പർ ചേർക്കാനുള്ള അവസരമുണ്ടായിരുന്നു. കുറഞ്ഞ നിരക്കിൽ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി, കിസാൻ സമ്മാൻ നിധി, സർക്കാർ സ്കോളർഷിപ്പ് അക്കൗണ്ടുകൾ, പോസ്റ്റ് ഓഫീസ് ലഘുസമ്പാദ്യ പദ്ധതി, പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് പദ്ധതി, നാരി സുരക്ഷ, ക്യാൻസർ കവർ തുടങ്ങിയ സേവനങ്ങളും തപാൽ സേവനമേളയുടെ ഭാഗമായി നടന്നു. തപാൽ സേവനമേളയുടെ ഉദ്ഘാടനം ഭാരതീയ തപാൽ വകുപ്പ് തൃശൂർ നോർത്ത് സബ് ഡിവിഷൻ ഇൻസ്പെക്ടർ KS പ്രശാന്ത് നിർവഹിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം മാഗി ജോൺസൺ അധ്യക്ഷയായി. ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെന്റ് ബാങ്ക് തൃശൂർ ഡിവിഷൻ മാനേജർ ആതിര ബാങ്കിംഗ് സേവനങ്ങളെക്കുറിച്ച് ക്ലാസ് നയിച്ചു. കൂരമുച്ചി പോസ്റ്റ് മാസ്റ്റർ V സതീശൻ, പോസ്റ്റ്മാൻ K രഘുനാഥൻ, മെയിൽ ഓവർസിയർ VU വേണുഗോപാൽ, മെയിൽ പാക്കർ അനു C ആൻഡോ, ടാക്സ് സേവക് മനോജ് I അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. ഇടതുപക്ഷ ഭരണകൂടത്തിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഭാരതീയ മസ്ദൂർ സംഘം ഗുരുവായൂർ നഗരസഭാ കമ്മിറ്റി നയിക്കുന്ന തൊഴിലാളി മുന്നേറ്റ പദയാത്ര സമാപിച്ചു. കോട്ടപ്പടി തമ്പുരാൻപടിയിൽ നിന്നും ആരംഭിച്ച പദയാത്ര BMS സംസ്ഥാന സമിതി അംഗം P ആനന്ദൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധയിടങ്ങളിൽ ചുറ്റി പദയാത്ര ഗുരുവായൂർ കിഴക്കേ നടയിലെ മഞ്ജുളാൽ പരിസരത്ത് സമാപിച്ചു. പൊതുസമ്മേളനം സംസ്ഥാന സമിതി അംഗം AC കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി PK അറുമുഖൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ പ്രസിഡന്റ് KA ജയതിലകൻ, വൈസ് പ്രസിഡന്റ് VK സുരേഷ് ബാബു, ട്രഷറർ സൂരജ് കോട്ടപ്പടി, സുഭാഷ് മണ്ണാരത്ത്, സന്തോഷ് വെള്ളറക്കാട്, ശശി വടക്കേക്കാട്, KT മുഹമ്മദ് യൂനസ്, വിജീഷ്, മധുസൂദനൻ, സുരേഷ് എടക്കാട്ട് എന്നിവർ സംസാരിച്ചു.
ഗുരുവായൂർ നഗരസഭയിലെ ഇരിങ്ങപ്പുറം 105 നമ്പർ അംഗൻവാടി സ്വാദിഷ്ടമായ രുചിക്കൂട്ടുകൾ കൊണ്ട് നിറഞ്ഞു. അംഗൻവാടിയിലെ കുരുന്നുകളുടെ അമ്മമാരാണ് മാതൃസ്നേഹത്തിൽ ചാലിച്ച് രുചിക്കൂട്ടുകളുടെ വിവിധ വിഭവങ്ങൾ ഒരുക്കിയത്. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലെ പോഷൺ അഭിയാൻ പദ്ധതിയിലെ പോഷൺ മായുടെ ഭാഗമായാണ് ഫുഡ് ഫെസ്റ്റ് ഒരുക്കിയത്. കൃത്രിമ രസക്കൂട്ടുകളില്ലാതെ തങ്ങളുടെ അടുക്കളയിൽ പാചകം ചെയ്ത ഭക്ഷണമാണ് അമ്മമാർ കൊണ്ടുവന്നത്. വാർഡ് കൌൺസിലർ സുബിത സുധീർ ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ ആഗ്നസ് ലാസർ, കെ.എൻ. സരിത എന്നിവർ സംസാരിച്ചു. ക്യാരറ്റ് കൊണ്ടും ബീട്രൂട്ട് കൊണ്ടും ലഡു നിർമ്മിച്ച ജിനോഷ പ്രമോദ് 1ാം സ്ഥാനവും വ്യത്യസ്തമായ ക്യാരറ്റ് ജ്യൂസ് ഒരുക്കിയ ഡോക്ടർ പ്രിൻസി ലിജിത്ത 2ാം സ്ഥാനവും ക്യാരറ്റും തേങ്ങയും ചേർത്ത് ചിരട്ടപ്പുട്ടുണ്ടാക്കിയ ശ്രീതു ശ്രീനാഥ് 3ാം സ്ഥാനവും നേടി. പ്രദർശനത്തിന് ശേഷം കുരുന്നുകളെല്ലാം വിഭവങ്ങളുടെ രുചിവൈവിധ്യങ്ങൾ ആസ്വദിച്ചു. കുന്നംകുളം കസ്റ്റഡി മർദ്ദനം ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹമിരിക്കുന്ന എംഎൽഎമാരായ സനീഷ് കുമാർ ജോസഫ്, അഷ്റഫ് എന്നിവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രകടനം നടത്തി. വിശദാംശങ്ങളിലേക്ക്. ആർത്താറ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സദസ്സ് ഡിസിസി സെക്രട്ടറി ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മിഷ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ എം.എസ്. സുഗുണൻ, സി.കെ. റസാഖ്, അഡ്വക്കേറ്റ് പിൽജോ, സി.കെ. ഷാജി, സാഫിയ മൊയ്തീൻ, മുൻ ചെയർമാൻ ടി. സുബ്രഹ്മണ്യൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സത്യഭാമ, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആബിദ, മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടത്ത് പന്തംകുളത്തി പ്രകടനം നടത്തി. കടവലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഒ.എസ്. വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. കടവലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ടി.കെ. സുബ്രഹ്മണ്യൻ, അക്ബർ അലി, എം.എച്ച്. നൌഷാദ്, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി.കെ. വിനയകുമാർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു, വൈസ് പ്രസിഡന്റ് റഫീഖ് ഐനിക്കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൈരളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പടിഞ്ഞാറെ നടയിൽ സമാപിച്ചു. പ്രതിഷേധ സദസ്സ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഒ.കെ.ആർ. മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ആർ. രവികുമാർ, കെ.പി. ഉദയൻ, ബാലൻ വാറനാട്ട്, സി.എസ്. സൂരജ്, പി.ഐ. ലാസർ, ശൈലജ ദേവൻ, സ്റ്റീഫൻ ജോസ്, പ്രതീഷ് ഒഡാട്ട്, സിൻഡോ തോമസ് എന്നിവർ സംസാരിച്ചു. പാവറട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കുന്നംകുളം പോലീസ് കസ്റ്റഡി മർദ്ദനത്തിലെയും വടക്കാഞ്ചേരി പോലീസിന്റെ കെഎസ്യുക്കാർക്കെതിരെയുള്ള മുഖംമൂടി പീഡനക്കേസിലെയും കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇരുവരും സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിനെ മർദ്ദിച്ചവരെയും വടക്കാഞ്ചേരി മുഖംമൂടി പീഡനത്തിലെ ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്ന് പുറത്താക്കും വരെ സമരം തുടരുമെന്ന് പ്രതിഷേധയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എ.ഐ.സി.സി അംഗം അനിൽ അക്കരെ പറഞ്ഞു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി.ജെ. സ്റ്റാൻലി അധ്യക്ഷനായി. കെ.പി.സി.സി സെക്രട്ടറി സി.സി. ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഡി.സി.സി സെക്രട്ടറി സിജു പാവർട്ടി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മീര ജോസ്, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റുമാരായ ആൻഡോ ലിജോ, ഉമ്മർ സലീം, എ.ടി. ആൻഡോ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ജെറോം ബാബു, സിന്ധു അനിൽകുമാർ, ബെർട്ടിൻ ചെറുവത്തൂർ, അനിൽ ആതിര, ജോസഫ് ബിന്നി, ടി.കെ. സുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി. ചിറക്കൽ സെന്ററിൽ നടന്ന പന്തംകുളത്തി പ്രകടനവും പ്രതിഷേധ സദസ്സും മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം.എം. അലി അധ്യക്ഷത വഹിച്ചു. വി.കെ. മുഹമ്മദ്, പാർട്ടി ഭാരവാഹികളായ എം.എ. അബ്ദുൾ റഷീദ്, എൻ.എം. റഫീഖ്, എൻ.കെ. മജീദ്, സോണി സക്കറിയ, എൻ.എ. റാഷിദ്, സുബ്രു ഐനൂർ തുടങ്ങിയവർ സംസാരിച്ചു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന് ചാവക്കാട് നഗരസഭയിൽ തുടക്കമായി. നഗരസഭാംഗണത്തിൽ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് സ്വച്ഛതാ പതാക ഉയർത്തി ക്യാമ്പയിന് തുടക്കം കുറിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര ലത്തീഫ്, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, കൌൺസിലർമാർ, നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ലോഗോ പ്രകാശനവും നടന്നു. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം വിദ്യാർത്ഥികൾ കഥാകൃത്ത് എ.എസ്. പ്രിയയുമായി സംവദിച്ചു. തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളാണ് സംവാദത്തിനെത്തിയത്. 8ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി 1ാം അധ്യായത്തിലെ താളുകൾക്കിടയിലെ മയിൽപ്പീലി എന്ന പുസ്തകത്തിലെ കഥാപാത്രങ്ങളെക്കുറിച്ചായിരുന്നു സംവാദം. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വിവിധ വിഷയങ്ങളിലും ഭാഷകളിലുമുള്ള പുസ്തകങ്ങൾ കുട്ടികൾ തെരഞ്ഞെടുക്കുകയും സ്വന്തമാക്കുകയും ചെയ്തു. വിദ്യാർത്ഥിയായ ആനന്ദ് കൃഷ്ണന് പുസ്തകങ്ങൾ നൽകിക്കൊണ്ട് എ.എസ്. പ്രിയ പുസ്തക വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചാവക്കാട് ജില്ലാ ഗിഫ്റ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ എം.വി. പ്രശോഭ് പദ്ധതി വിശദീകരണം നടത്തി. മാതൃഭൂമി തൃശൂർ ജില്ലാ റീജിയണൽ മാനേജർ വിനോദ് പി. നാരായണൻ, കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളം അധ്യാപകനായ പി.ബി. ഉണ്ണികൃഷ്ണൻ, അധ്യാപികയായ അശ്വിനി, തൃശൂർ സർവശിക്ഷാ അഭിയാൻ ജില്ലാതല കോർഡിനേറ്റർ കെ.ബി. ബ്രിജി എന്നിവർ സംസാരിച്ചു.
വടക്കാഞ്ചേരി, ചാവക്കാട്, കുന്നംകുളം, മുല്ലശ്ശേരി, വലപ്പാട് എന്നീ ഉപജില്ലകളിലെ USS സ്കോളർഷിപ്പ് നേടിയവരിൽ നിന്നും പരീക്ഷാഭവൻ തെരഞ്ഞെടുത്ത 40 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ പദ്ധതിയുടെ ഭാഗമായി സൗജന്യ പുസ്തക വിതരണത്തിനെത്തിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന സന്ദേശ ജാഥയ്ക്ക് തുടക്കമായി. തിരുവത്ര കുഞ്ചേരിയിൽ CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KG ശിവദാസൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. CPI നേതാവ് സതീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വൈസ് ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ, ജാഥ മാനേജർ PK സൈതാലിക്കുട്ടി, CPIM ഏരിയ സെക്രട്ടറി ശിവദാസൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ജാഥ വെള്ളിയാഴ്ച വൈകിട്ട് സമാപിക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചൂണ്ടൽ യൂണിറ്റ് സമ്മേളനം നടന്നു. വ്യാപാര ഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനം സെന്റർ ചുറ്റി സമാപിച്ചു. തുടർന്ന് യൂണിറ്റ് പ്രസിഡന്റ് ഷാജിലി ചെറുവത്തൂർ പതാക ഉയർത്തി. വ്യാപാര ഭവനിൽ നടന്ന 29ാം വാർഷിക സമ്മേളനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഷാജിലി ചെറുവത്തൂർ അധ്യക്ഷനായി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി CD ജോസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ CL ജോസഫ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി CL റാഫേൽ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് CJ ഫ്രാൻസിസ്, വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ദേവയാനി, യൂത്ത് വിംഗ് പ്രസിഡന്റ് EB ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സമ്മേളനം ഭാരവാഹികളായി ഷാജിലി ചെറുവത്തൂർ പ്രസിഡന്റ്, CD ജോസ് ജനറൽ സെക്രട്ടറി, CL ജോസഫ് ട്രഷറർ എന്നിവരെ വീണ്ടും തെരഞ്ഞെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച ഉച്ചവരെ സംഘടനയിൽ അംഗങ്ങളായവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ മുടക്കമായിരുന്നു. വെളുത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ കിൻഡർ ഗാർട്ടൻ വിഭാഗം വിദ്യാർത്ഥികൾ റെയിൻബോ ഡേ ആഘോഷിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC റെയിൻബോ ഡേ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ പ്രകൃതി സ്നേഹം വളർത്തുന്നതിനും മഴവില്ലിനെയും നിറങ്ങളുടെ മനോഹരമായ സമ്മേളനത്തെയും സംബന്ധിച്ച് കൂടുതൽ അറിയുന്നതിനും ദിനാഘോഷം സഹായകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രിൻസിപ്പാൾ ഷേബ ജോർജ റെയിൻബോ ഡേ സന്ദേശം നൽകി. PTA എക്സിക്യൂട്ടീവ് അംഗം കൃഷ്ണ K മേനോൻ, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, അധ്യാപകരായ B ജയന്തി, സീമ പോൾ എന്നിവർ സംസാരിച്ചു. പ്രസംഗം, സോളോ സോങ്, ഗ്രൂപ്പ് ഡാൻസ്, സ്കിറ്റ്, റെയിൻബോ ഡാൻസ്, സാരി ഡ്രിൽ ഡാൻസ് എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. ടെക്നോ കൾച്ചറൽ പ്രദർശനവേദി വൈവിധ്യ 2025 യുവ എഞ്ചിനീയർമാരുടെ സ്വാഭാവിക പ്രതിഭയെ ഹീറോ ആക്കുന്ന വേദിയാകുമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ IPS. തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ടെക് ഫെസ്റ്റ് വൈവിധ്യ 2025 ഔദ്യോഗിക വെബ്സൈറ്റ് ബ്രോഷറിന്റെ ആദ്യപ്രതിയും പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലായിരുന്നു പ്രകാശന ചടങ്ങ്. യുവ എഞ്ചിനീയറിംഗ് മനസ്സുകളിൽ ശാസ്ത്രീയവും സാങ്കേതികവുമായ താൽപര്യം സൃഷ്ടിക്കുന്നതിനായി ഡിപ്ലോമ, BTech, MTech, MCA വിദ്യാർത്ഥികൾക്കായി ആകർഷകമായ സമ്മാനങ്ങളുമായി വിദ്യാ പ്രൊജക്ട് എക്സ്പോ നടത്തുന്ന ആവിഷ്കാർ, ഫ്ലെക്സ് ഫോറം, പേപ്പർ അവതരണം, വർക്ക്ഷോപ്പ് സീരീസ്, ഐഡിയാഗ്രാം, ഹൈസ്കൂൾ +2 വിദ്യാർത്ഥികൾക്കായി നവയുവ എന്നിവയും മുഖ്യ ആകർഷണങ്ങളാണ്. വിവിധ സാങ്കേതിക വശങ്ങൾ ഉൾക്കൊള്ളുന്ന ടെക് ഫെസ്റ്റ് സെപ്റ്റംബർ 26-27 തീയതികളിൽ എല്ലാ ബ്രാഞ്ചുകളിലെയും വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി സാങ്കേതിക വിസ്മയങ്ങൾ പ്രദർശിപ്പിക്കും. വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, സ്കൂളുകൾ, ശാസ്ത്രപ്രേമികൾ തുടങ്ങി 15,000-ലധികം വ്യക്തികൾ പങ്കെടുക്കും. പുതിയ ഇലക്ട്രിക് കാർ, ബൈക്ക്, കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ, പരിസ്ഥിതി സൗഹൃദ ഗതാഗത പരിഹാരങ്ങൾ അന്വേഷിക്കാനും പുതിയ EV മോഡലുകളുടെ ലൈവ് ഡെമോൺസ്ട്രേഷൻ പരിചയപ്പെടുത്തുന്ന ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന്റെ K Renos, MCIയുടെ അദ്വൈത എന്നിവ ഇവന്റിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു. സാംസ്കാരിക പരിപാടികൾ സെപ്റ്റംബർ 27 നടക്കും. വൈവിധ്യ കൺവീനർ L അനിത, ജോയിന്റ് കൺവീനർ TP നവീൻ, മീഡിയ കൺവീനർ MS സുരഭി, വിദ്യാർത്ഥികളായ ആദിത്യൻ, ആര്യൻ, ശരത്, അശ്വിൻ, ശ്രുതി, അർജുൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രത്യേകിച്ച് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഈ ഒരു ഏജിലുള്ള കുട്ടികൾ അങ്ങോട്ട് അഡ്വൈസ് ഒന്നും ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളെല്ലാം സ്മാർട്ട് കുട്ടികളാണ്. അപ്പോൾ നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ കഴിവും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും ഏതിലേക്ക് കൊണ്ടുപോകണം എന്ന് നിങ്ങൾക്ക് ചോദ്യമോ ആശങ്കയോ ഒരു കുഴപ്പമോ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് വൺ ഓഫ് ദ സൊല്യൂഷൻ ആണ് ഇത്തരത്തിലുള്ള ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ്. അപ്പോൾ ആരാണ് നിങ്ങളുടെ കോളേജിൽ മിടുക്കൻ, ആരാണ് ആക്ച്വലി നിങ്ങളുടെ കോളേജിൽ ഹീറോ എന്ന് ഈ ടെക്നോ കൾച്ചറൽ ഫെസ്റ്റിനെ നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ വേറെ രീതിയിലുള്ള അനാവശ്യ കാര്യങ്ങളിൽ ഹീറോയിസം കാണിക്കാതെ ഇതിൽ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കും എന്ന് ഒരു പ്രതീക്ഷ ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്.
വന്നേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റും സൗഹൃദ ക്ലബ്ബും സംയുക്തമായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. സ്കൂൾ മാനേജർ രമണി അശോകൻ നാലാപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ കെ.എസ്. സന്ധ്യ, പ്രധാന അധ്യാപിക വി. ഇന്ദു, കെ. അജിത, NSS പ്രോഗ്രാം ഓഫീസർ എം. അൻവർ റഷീദ്, സൗഹൃദ കോർഡിനേറ്റർ ജി. രമ്യ എന്നിവർ നേതൃത്വം നൽകി. പാലപ്പെട്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ കായിക മാമാങ്കമായ ഒളിമ്പിക്കോസ് 2K25 തിരിതെളിഞ്ഞു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ A.K. സുബൈർ ദീപശിഖ തെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് E.K. ഇസ്മയിൽ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ S.R. ഉണ്ണികൃഷ്ണൻ, പ്രധാന അധ്യാപിക K.V. ഫാത്തിമ, SMC ചെയർമാൻ ഖലീൽ വലിയിൽ, സ്പോർട്സ് കൺവീനർ K.E. അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 10,190 രൂപ, പവന് 81,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 134 രൂപ. ചരമം. കടവലൂർ ഹൈസ്കൂൾ റോഡിൽ പുലിക്കോട്ടിൽ പരേതനായ വറീക്കുട്ടി ഭാര്യ കുഞ്ഞാമ്മ നിര്യാതയായി. 95 വയസ്സായിരുന്നു. സംസ്കാരം ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടത്തി. സ്കറിയാച്ചൻ, ഓമന, പരേതനായ ജോസ് എന്നിവർ മക്കളാണ്. കടപ്പുറം തൊട്ടാപ്പ് ഫോക്കസ് റോഡിൽ അക്ഷയ സെന്ററിന് സമീപം താമസിക്കുന്ന പരേതനായ രാമൻ മകൻ ഞായക്കാട്ട് കുഞ്ഞിമോൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ലളിത ഭാര്യയും ബാബു, ഷിബു, ഷിബിലാഷ് എന്നിവർ മക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. KSU പ്രവർത്തകരെ മുഖം മൂടിയും കയ്യാമവും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയെന്ന് ആരോപിച്ച് വടക്കാഞ്ചേരി ഇൻസ്പെക്ടർ UK ഷാജഹാനെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയ സംഭവത്തിൽ വൻ ട്വിസ്റ്റ്. രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ സംഭവം വിവാദമാക്കിയതിന് പിന്നാലെ ഇതേ പ്രതികൾക്കായി വീണ്ടും നിയമാനുസൃത രീതിയിൽ തിരിച്ചറിയൽ പരേഡ് നടത്തി. റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ ഹാജരാക്കാൻ തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടു. തീരദേശം ലഹരി വ്യാപനത്തിന്റെ കേന്ദ്രമായതിന്റെ പ്രധാന കാരണം സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് മുൻ KPCC പ്രസിഡന്റ് K. മുരളീധരൻ. കടപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങളുടെ 2ാം ഘട്ട ഉദ്ഘാടനം മുരളീധരൻ നിർവഹിച്ചു. സമാന്തര നാടക പ്രവർത്തനങ്ങളുടെ തോഴൻ സോബി സൂര്യഗ്രാമം അനുസ്മരണവും നാടക അവതരണവും സെപ്റ്റംബർ 21 കുന്നംകുളം ടൗൺ ഹാളിൽ. പ്രമുഖ സിനിമാ നാടക പ്രവർത്തകരായ ജോയ് മാത്യു, സുവീരൻ ഇർഷാദ്, പ്രിയനന്ദനൻ, ജോളി ചെറിയത്ത് തുടങ്ങിയവർ പങ്കെടുക്കും. 3 നാടകങ്ങളുടെ അവതരണവും ഉണ്ടാകും. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന്റെ വശങ്ങളിലെ കയ്യേറ്റം ഒഴിപ്പിക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി പരാതി. സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടു നൽകിയാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടത്തുന്നത് എന്ന പരാതിയുമായി പൊതുപ്രവർത്തകൻ രംഗത്ത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.